പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ പിതാവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതവുമായ ദൈവത്തിന് ഞാൻ സകല സ്തോത്രവും ബഹുമാനവും അർപ്പിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും നമ്മുടെ പാവങ്ങളിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച ദൈവത്തിന് സകല ആരാധനയും ബഹുമാനവും ഞാൻ അർപ്പിക്കുന്നു. ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആയുസ്സിൽ നമുക്കൊരു ദിവസം കൂടെ നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങളെ ഓർത്തും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഗ്രീറ്റിങ്സ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. മുഖവരുകളൊന്നും പറഞ്ഞ സമയങ്ങൾ നഷ്ടപ്പെടുത്താതെ വളരെ വേഗത്തിൽ തന്നെ ദൈവവചന ഭാഗത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പ്രാർത്ഥന എന്നൊരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രാർത്ഥന ഒരു പവർഫുൾ വെപ്പണാണ്, ശക്തിയേറിയ ഒരു ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയ്ക്ക് അണുബോംബിനേക്കാൾ, ആറ്റം ബോംബിനേക്കാൾ ശക്തിയുണ്ട്. കാരണം പ്രാർത്ഥിച്ചാൽ അണുബോംബിനെ അല്ലെങ്കിൽ ആറ്റം ബോംബിനെ, ന്യൂക്ലിയർ അറ്റാക്കിനെ പോലും തടയാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് ഈ ലോകത്തിലെ സകല ഭരണകൂടങ്ങളെക്കാളും ശക്തിയുണ്ട്. കാരണം ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയെ പോലും മാറ്റിമറിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. പ്രാർത്ഥനയ്ക്ക് ഇവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനേക്കാളിലും ശക്തിയുണ്ട്. കാരണം അവർക്ക് കഴിയാത്ത ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് കീമോതെറാപ്പിയേക്കാളും പവറുണ്ട്. കാരണം കീമോതെറാപ്പി കൊണ്ട് സൗഖ്യമാകാത്ത ക്യാൻസർ പ്രാർത്ഥനയാൽ സൗഖ്യമായിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. സ്തോത്രം. ഞാൻ സൗദി അറേബ്യയിലായിരുന്ന സമയത്ത് ഒരു പ്രാർത്ഥനാ വിഷയം ഞങ്ങളുടെ ഇടയിൽ വന്നു. When I was in Saudi, there was a prayer request which came to me. അഫ്ഗാനിസ്ഥാനിൽ സുവിശേഷ പ്രവർത്തനത്തിന് പോയ 3 കൊറിയക്കാരെ അവിടുത്തെ താലിബാൻ ഭരണകൂടം ജയിലിലാക്കുവാനിടയായി തീർന്നു. 3 missionaries who were in the land of Afghanistan, they were put in jail by the Taliban people there. തൊട്ടടുത്ത ദിവസങ്ങളിൽ അവരെ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചിരിക്കുകയാണ്. വിവരം ഞങ്ങളുടെ ഇടയിലൊക്കെ എടുത്തി ദൈവസഭകളെല്ലാം ആ ദൈവദാസന്മാർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുവാനിടയായി. In the next few days they were supposed to be given capital punishment, and that's the reason we were asked to pray earnestly for them. ആ ക്രൂരമായ താലിബാൻ ഭരണകൂടത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു മനുഷ്യർക്കും, അമേരിക്കയൊക്കെ ഇടപെട്ട് നോക്കി, ഒരു മനുഷ്യർക്കും അവരെ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു നിലവാരത്തിലായിരുന്നു. And there was a situation that from the cruel hands or the cruel authorities of Taliban, even the most powerful nation like US were not able to rescue these missionary Koreans. ആ സമയത്താണ് ഉസാമ ബിൻ ലാദൻ വേൾഡ് ട്രേഡ് ടവർ അറ്റാക്ക് ചെയ്യുന്നതും അതിനെ തുടർന്ന് അമേരിക്ക താലിബാനെ അറ്റാക്ക് ചെയ്യാനിടയായി തീർന്നു. And during that time it happened that Osama bin Laden attacked the World Trade Center, and America in response to that attacked the Taliban, Afghanistan. അമേരിക്ക താലിബാനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ ഈ 3 മിഷണറിമാരും ജയിലിൽ നിന്ന് പുറത്തായി. And the first day when America started attacking the authorities of Taliban, these 3 missionary people were set free. അതാണ് പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത്. And that is what the power of prayer is. പ്രാർത്ഥന പവർഫുൾ ആണ്. Such a great powerful weapon prayer is. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കുന്ന ദൈവവുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരിക്കും. The people who are earnestly in prayer, they have a very intrinsic relationship with God the Father. നമ്മുടെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത്. And in the foundation of that relationship, God responds to prayer. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നമ്മെ അകറ്റി നിർത്തുന്നത് നമ്മുടെ കുറവുകളാണ്, നമ്മുടെ പാപങ്ങളാണ്. And whatever makes us astray or going away from the relationship of a God Almighty is our shortcomings and weaknesses. ആ പാപത്തിനുള്ള പരിഹാരവും ദൈവം കൽപ്പിച്ചു. And there is a remedy for the sins God has given as a command. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുവാൻ മതിയാകുന്നു.
And the scripture says that if you confess with your mouth that you are sinful, then the blood of Christ will redeem you from your sins. നമ്മൾ പാപം ചെയ്താൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി വാദിക്കുവാൻ പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പുത്രനായ കർത്താവുണ്ട്. If you are sinful, for interceding for you on the right side of God the Father, there is Jesus who is interceding for us. അപ്പോൾ പാപത്തിന്റെ പരിഹാരം പ്രാർത്ഥനയിലൂടെ സാധ്യമാണ്. And through prayer, the redemption of sin can happen through prayer. നമ്മുടെ കുറവുകളെ നമ്മൾ ഏറ്റുപറയണം. If you confess your sins and your shortcomings and weaknesses, നമ്മുടെ പാപ സ്വഭാവങ്ങളെ വിട്ട് നമ്മൾ തിരിയണം. if you turn away from your habitual sinning habit, യഥാർത്ഥമായ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. if you in your true sense come back to the Lord, ദൈവവുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ ദൃഢപ്പെടുത്തണം. if you will be able to form that relationship with God, അങ്ങനെയുള്ള ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോഴാണ് വിടുതൽ and സംഭവിക്കുന്നത്. when such true believers start praying, then only the deliverance takes place. യോശുവ ദൈവവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു മനുഷ്യനായിരുന്നു. We talk about Joshua in the scriptures. He's having a very good relationship with God the Father. മോശ ഇസ്രായേൽ മക്കളെ നടത്തുമ്പോൾ തന്നെ, അവർക്ക് ലീഡറായിരിക്കുമ്പോൾ തന്നെ കൂടാരം വിട്ടു പിരിയാതെ മോശയുടെ കൂടെ ചേർന്ന് നിന്നൊരു മനുഷ്യനാണ് യോശുവ. And then Joshua is a person, is the servant of the Lord, who even though to the times of Moses, when Moses was as a leader for the people of Israel, he was with him consistently. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത നയപ്രമാണങ്ങളിൽ നിന്ന് വിട്ടു തിരിയാതെ രാവും പകലും ദൈവത്തിന്റെ വചനം ധ്യാനിച്ചുകൊണ്ട് നിന്നൊരു മനുഷ്യനാണ് യോശുവ. This is a person who was fervently meditating on the word of God through the times when he was traveling through Moses along with the people of Israel. അപ്പോൾ ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലാണ് യോശുവ മുന്നോട്ട് So പോകുന്നത്. Joshua, he's moving forward with a true relationship with God the Father. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ എടുത്ത് വായിക്കട്ടെ, ഞാൻ പറഞ്ഞു പോകാം. ഇസ്രായേൽ മക്കൾ അമോര്യരെ തോൽപ്പിച്ച ആ ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. And it is written in the Old Testament, the book of Joshua, when the people of Israel defeated Amorites that day, Joshua spoke to God the Father. ഇസ്രായേൽ മക്കൾ കേൾക്ക്, യോശുവ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. And there is a prayer where Joshua says, where he holded the sun and the moon its position. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. And based on his prayer, it happened like that. യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടതനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. And it is written in the scriptures, like God the Father listened to the prayer of Joshua, and such a day never happened in the past or in the future. പ്രാർത്ഥന എന്ന് പറയുന്ന അത്ര പവർഫുൾ ആണ്. And such a powerful weapon the prayer is. ഈ സൂര്യനെയും ചന്ദ്രനെയും പോലും പിടിച്ചു നിർത്താനുള്ള കഴിവ് പ്രാർത്ഥനയ്ക്കുണ്ട്. And prayer has the strength, the power to hold even sun and moon to its position. ശക്തമായി അടിക്കുന്ന കൊടുങ്കാറ്റുകളെയും തിരമാലകളെയും തടയുവാനുള്ള ശക്തി പ്രാർത്ഥനയ്ക്കുണ്ട്. Even power, the prayer has the power to hold storms and tornadoes. നമ്മുടെ സ്ഥിതിഗതികളെ മാറ്റിമറിക്കാനുള്ള ശക്തി പ്രാർത്ഥനയ്ക്കുണ്ട്. And prayer has the power to turn upside down our circumstances. അതുകൊണ്ട് ദൈവമക്കളെ, സ്തോത്രം, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. And that's the reason, my dear children of God, prayer is of utmost importance in a Christian life. പ്രാർത്ഥനയിലൂടെ അല്ലാതെ ഒരു ക്രിസ്തീയ ജീവിതം അസാധ്യമാണ്. Without prayer, it is impossible to lead a Christian life. പ്രാർത്ഥിക്കാത്തവർക്ക് ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. Without prayer, a Christian life cannot go forward. അങ്ങനെയുള്ളവർക്ക് ദൈവവുമായിട്ടുള്ള യാതൊരു ബന്ധവും ഉണ്ടായിരിക്കും. And such people will not have any kind of a relationship with God. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ And മനസ്സിലാക്കണം. that's why we should understand the importance of prayer. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചത് പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്നാണ്. And last time when we meditated, we discussed on the topic, what was the need of a prayer. എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം And I സംസാരിച്ചത്. spoke why we should pray. That's what we meditated last time. ഇന്ന് നമ്മൾ നമ്മുടെ ആ കുറുവാക്യത്തിലേക്ക് വന്നുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് കുറെ കൂടെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. And today, once again, coming to our key words, we will study a bit more about this subject. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടു കൂടെ അതിൽ ജാഗരിപ്പിൻ. It says, devote yourselves to prayer, or being persevere in prayer, be watchful and thankful. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. And we are actually meditating these days what you mean by devoting yourself or persevering yourself in prayer. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന ആ വാക്ക് നമ്മളൊന്ന് പഠിക്കണം. So we should understand what is the word pray means. അല്ലെങ്കിൽ പ്രാർത്ഥന
വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. Or we must understand what are the different kinds or types of prayer which are mentioned in the scriptures. അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കുകൾ, വേർഡുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. Or in the Holy Bible, we should understand what are the different words which are used for the subject prayer. അപ്പോൾ പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളെ കുറിച്ച് നമുക്ക് അപ്പോഴേ മനസ്സിലാകും. And that's how we will understand the different realms and different realms of prayer. അങ്ങനെയാണ് ഞാൻ ഈ പ്രാർത്ഥനയുടെ ഹീബ്രു തപ്പി, പ്രാർത്ഥനയ്ക്ക് ഒരു ഹീബ്രു വേർഡ് ഉണ്ടല്ലോ, ആ ഒരു വാക്ക് അന്വേഷിച്ചാണ് ഞാൻ പഴയ നിയമത്തിലേക്ക് പോയത്. And that's how I wanted to understand what does the Hebrew word prayer means, and I started searching the Old Testament. അപ്പോൾ പഴയ നിയമത്തിൽ പ്രാർത്ഥനയുടെ ഒരു വാക്ക് അന്വേഷിച്ച് പോയ എനിക്ക് കിട്ടിയത് പ്രാർത്ഥനയുടെ 29 വാക്കുകളാണ്. So when I went to search for the word prayer in the Old Testament, I got around 29 verses against the word prayer. എന്ന് വെച്ചാൽ പ്രാർത്ഥന എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന 29 ഹീബ്രു വേർഡുകളുണ്ട്. That means there are total 29 Hebrew word which is used in synonym with the word prayer. ഒന്ന് ഡിസ്പ്ലേ ചെയ്ത മോനെ. സ്തോത്രം. അതിൻ്റെ ആ ഫസ്റ്റ് 3 റെഡ് കളറിലായിരുന്നല്ലോ, അത് മാറ്റിയായിരുന്നു. ഓക്കെ, സി നിങ്ങൾക്ക് എത്രത്തോളം അവിടം വരെ വായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ശ്രദ്ധിക്കുക. നിങ്ങളിത് എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും ഇതിൻ്റെ കോപ്പി ആണെങ്കിൽ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ഈ ഫയൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ പ്രാർത്ഥന എന്ന് പറയുന്നതിന് 29 ഹീബ്രു വേർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. So in the Old Testament there are 29 Hebrew verses which is used in synonym to the word prayer. ഈ പ്രാർത്ഥന എന്ന് നേരിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട 3 വാക്കുകളാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അത് ടെഫീല, ഫലാൽ, അഥാർ എന്ന് പറയുന്ന 3 വാക്കുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രധാനമായിട്ട് നേരിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. Prominently to straight away as is the 3 Hebrew words are used for the subject prayer, which is tefillah, palal and athar. ഇപ്പൊ പഴയ നിയമത്തിൽ നമ്മൾ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കിയാൽ എല്ലാ സ്ഥലങ്ങളിലും ഒരു വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത്. And when we look in the English translation, there is only one word which is spoken for all this. ചിലയിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടിഫില അല്ലെങ്കിൽ ടീഫില എന്ന് പറയുന്ന ഒരു വേർഡാണ്, ഹീബ്രു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. But in the Hebrew word, in some cases the tefillah as a word is used. ടിഫില എന്ന് പറയുന്ന വേർഡ് വളരെ കോമൺ വേർഡാണ്, പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു വേർഡാണ്. And tefillah in Hebrew is a very common word which is used for the topic prayer. ആ പദം ഉപയോഗിച്ചിരിക്കുന്ന വാക്യങ്ങൾ നമുക്ക് പലയിടത്ത് കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ഈ വേദഭാഗങ്ങൾ എല്ലായിടത്തും വായിച്ചില്ല, 1-2 വാക്യങ്ങൾ നിങ്ങൾ വളരെ വേഗത്തിൽ എടുക്കണം. ഈ സ്ക്രീനെ കാണുന്ന ആ റെഫറൻസ് നിങ്ങൾ പെട്ടെന്ന് 1-2 പേര് എടുത്ത് വെച്ചിട്ട് അതൊന്ന് വായിക്കുകയും കൂടെ വേണം. ടിഫില ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയർ 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ അവിടെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നിടത്ത് ഈ പദമാണ് കൊടുത്തിരിക്കുന്നത്. And 2 Samuel chapter 7 verse 27, when David prays, this particular word tefillah is used there. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ശലോമോൻ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞെടുത്ത് ഈ ടെഫില എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. And even in 1 Kings 8:28, this particular word tefillah is used for the word prayer. അപ്പോ രണ്ടാമത് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദം ഫലാൽ എന്നുള്ള ഒരു വേർഡാണ് The ഉപയോഗിച്ചിരിക്കുന്നത്. second word which is prominently used in the Old Testament for the word prayer is palal. അപ്പൊ ടെഫിലയുടെ ഹീബ്രു വേർഡ് അതിനുള്ള നേരിട്ടുള്ള ആ മീനിങ് എന്ന് പറയുന്നത് പ്രയർ എന്ന് തന്നെയാണ്. And for tefillah, the meaning of that particular word in straight away is synonym to pray only. എന്നാൽ ഫലാൽ എന്ന് പറയുന്ന വേർഡിന് ടു പ്രേ, ഇന്റർസീഡ്, ടു ജഡ്ജ് എന്നുള്ള അർത്ഥം അതിനുണ്ട്. But for the word palal, it is not only prayer, it is to intercede as well as to judge. ഈ ഫലാൽ എന്ന് പറയുന്ന വേർഡ് ഹീബ്രുവിലെ 2 വാക്കുകൾ, 2 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. For the Hebrew word palal, there are 2 words which are used in the Bible. അത് ഒന്ന് പേ എന്ന് പറയുന്ന ഒരു വാക്ക്, PEY എന്ന് പറയുന്ന പേ എന്നൊരു വാക്കും യാംഡ് എന്ന് പറയുന്ന YARMED യാംഡ് എന്ന് പറയുന്ന 2 വാക്കുകളും അല്ലെങ്കിൽ 2 അക്ഷരങ്ങൾ, 3 അക്ഷരങ്ങളാണ് പേ യാംഡ് എന്ന് പറയുന്ന 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന, അങ്ങനെ ആ 3 അക്ഷരങ്ങൾ ചേർത്താണ് ഈ ഫലാൽ എന്ന് പറയുന്ന ഈ വാക്ക് വന്നിരിക്കുന്നത്. So in the Hebrew word there are 2 verses pay and am which is joined together to make this word known as falal. പേ എന്നുള്ള വാക്കിന് ജഡ്ജ്മെന്റ് എന്നുള്ള അർത്ഥമാണ്. For this word pay, the meaning of that is judgment. യാംഡ് എന്നുള്ള വാക്കിന് അർത്ഥം വീഴുക എന്നുള്ള അർത്ഥമാണ്. And yamd is something to lie prostrate in submission. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ടു ജഡ്ജ് എന്നുള്ള ഒരു അർത്ഥം കൂടി ഈ വാക്കിന് വന്നിരിക്കുന്നത്. And that's why there
is a synonym meaning known as to judge come for this particular word. അപ്പൊ അത് ആ വിധത്തിലുള്ള പ്രാർത്ഥനകൾ അതിന്റെ സാഹചര്യം അനുസരിച്ചാണ് ആ വേർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വേഗം വന്നാട്ടെ. So let's come to Genesis chapter 20 verses 7. Yeah. ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക, അവനൊരു പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലും മതി. സ്തോത്രം. ഇനി അതിന്റെ 18-ാമത്തെ വാക്യം 20-18. അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ നിമിത്തം അതല്ല 17-ാമത്തെ വാക്യം. അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം അബീമേലെക്കിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി. മതി. നോക്കി, സ്തോത്രം. നോക്കിയേ, ഇത് നമുക്കറിയാവുന്ന ഒരു സാഹചര്യമാണ്. അബ്രഹാമിന്റെ ഭാര്യയായ സാറയെ അബീമേലെക്ക് പിടിച്ചുകൊണ്ട് പോയി. അതാണ് 20-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം സംഭവിച്ചത്, അന്ന് രാത്രിയിൽ തന്നെ ദൈവം സ്വപ്നത്തിൽ അബീമേലെക്കിന്റെ അടുക്കൽ വന്നിട്ട് അബീമേലെക്കിനോട് പറഞ്ഞു, അബ്രഹാമിന്റെ ഭാര്യയായിരിക്കുന്ന സാറ ഒരു പുരുഷന്റെ ഭാര്യ, നീ എത്രയും പെട്ടെന്ന് അവളെ അബ്രഹാമിന് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. This is we know the context of this particular verse. In this verse, Abimelech actually took Abraham's wife Sarah as his wife, and then while he was sleeping, he could not get sleep, and Lord spoke to him that this particular lady Sarah is wife of Abraham, and you must return her to him. എന്നിട്ട് പറയുകയാണ്, അവൻ ഒരു പ്രവാചകനാകുന്നു. And it is said that because he is a prophet, നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. because you must continue your life, he must pray for you. അവളെ കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരെല്ലാം മരിക്കേണ്ടി വരും. And if he did not pray for you, then you want to restore yourself, he should pray, otherwise you will surely die. അപ്പൊ അവിടെ പ്രാർത്ഥന എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് ഉപയോഗിച്ച വേർഡ് എന്ന് പറയുന്ന പലാൽ എന്ന് പറയുന്ന വേർഡാണ് And for ഉപയോഗിച്ചത്. this particular verse, the word for the word pray, the Hebrew word used is palal. അബ്രഹാം ദൈവത്തിന്റെ ദാസനാണ്, Abraham is God's servant. ദൈവത്തിന്റെ സ്നേഹിതനാണ്, He is one who God loved, ദൈവവുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള മനുഷ്യനാണ്. and he also very good relationship with God. ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പറ്റിയ മിസ്റ്റേക്ക് ആണോന്ന് എന്താണോ നമുക്ക് പറയാൻ പറ്റത്തില്ല. എനിവേ, എന്തിരുന്നാണെങ്കിലും അദ്ദേഹം തൻ്റെ അബീമേലെക്കിനോട് സാറ തൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞു. അത് നിമിത്തമാണ് അബീമേലെക്ക് സാറയെ പിടിച്ചോണ്ട് പോയത്. And we all know the context of this particular references. I mean, Abraham in front of Abimelech, he said Sarah is his sister, and so Abimelech took her as his wife. അബ്രഹാം അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഈ ഗരാർ നിവാസികൾ അബ്രഹാമിന്റെ ഭാര്യയാണ് സാറ എന്ന് പറഞ്ഞ അബ്രഹാമിനെ കൊന്നിട്ട് സാറയെ പിടിച്ചോണ്ട് പോകുമോ എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കും അബ്രഹാം അതങ്ങനെ പറഞ്ഞു. And maybe we don't know, but it is said that maybe Abraham was afraid that if he says that Sarah is his wife, then people will take her and kill him on because of her. പക്ഷെ തന്റെ ഭക്തന്റെ ജീവിതത്തിൽ, തന്റെ ദാസന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ദൈവം ഉടനെ ഇടപെട്ടു. And because for such a good servant of the Lord, when such a problem came, God intervened. അന്ന് രാത്രിയിൽ തന്നെ അബീമേലെക്കിനോട് ദൈവം സംസാരിച്ചു. And in that night itself, God spoke directly to Abimelech. സാറയെ തൊടുവാൻ അബീമേലെക്കിനെ ദൈവം അനുവദിച്ചില്ല. And God did not allow Abimelech to touch Sarah. അബീമേലെക്ക് ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പരമാർത്ഥ ഹൃദയത്തോടാ ചെയ്തത്, ഞാൻ അറിഞ്ഞ കാര്യത്തിനനുസരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചത്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. And Abimelech was confessing to the Lord that in good conscience I have done all this. I didn't knew that Sarah was Abraham's wife. ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് അബീമേലെക്ക് പറഞ്ഞു. And that's why Abimelech said that I did not commit any sin. ദൈവം അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ദൈവം പറയുകയാണ്, അത് എനിക്കറിയാം, നീ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അവൾ ഒരാളുടെ ഭാര്യയാണ്, അബ്രഹാമിന്റെ ഭാര്യയാണ്, അതുകൊണ്ട് നീ വേഗം അവളെ മടക്കി കൊടുക്കുക. And God accepted. He said, I know that you have done this in integrity of your heart, so next morning you must return Sarah to her husband. അല്ലെങ്കിൽ നീയും നിന്റെ കുടുംബവും മരിക്കേണ്ടി വരും. Otherwise you and your household will die. അതുകൊണ്ട് നീ ജീവനോടെ ഇരിക്കേണ്ടതിന് വേണ്ടി അവളെ മടക്കി കൊടുക്കുക മാത്രം ചെയ്താൽ പോരാ, അവനൊരു പ്രവാചകനാകുന്നു, അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. It is you must restore the man's wife to her, and not only that, he will pray for you so that you shall live. എന്നാ പിന്നെ ദൈവത്തിന് അങ്ങ് പറഞ്ഞാൽ മതി, നീ എന്നോട് പ്രാർത്ഥിച്ചാൽ മതി, അബീമേലെക്കിനോട് പറഞ്ഞാൽ മതി. അല്ല, അബീമേലെക്ക് നീ തിരിച്ചു കൊടുക്കുക, ഞാൻ സൗഖ്യമാക്കാം, നിന്റെ പ്രശ്നത്തിൽ ഞാൻ നിന്നെ വിടുവിക്കാന്നല്ല പറഞ്ഞത്. നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം അവളെ മടക്കി കൊടുക്കണം. അതുകൊണ്ട് തീരുന്നില്ല,
അബ്രഹാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Amen. God would have said to Abimelech, you must return the wife and pray to me and I will restore. But God did not say that. You must return the wife to Abraham and Abraham must pray for you. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഞാൻ ഇതിനോട് സാമ്യമുള്ള ചില വിഷയങ്ങളൊക്കെ പറഞ്ഞതാണ്. Last week when we were meditating the needs of prayer, these particular subjects I have touched a bit. അബ്രഹാം നിമിത്തമാണ് ഒരു പ്രശ്നം, അല്ലെങ്കിൽ അബ്രഹാമിന്റെ പ്രാർത്ഥനയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത്. And because of the Abraham's prayer, this Abimelech's life, that particular subject came into his life. മറ്റൊരു രീതി പറഞ്ഞാൽ അബ്രഹാം കെട്ടിയത് അബ്രഹാം തന്നെ അഴിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. In other words, whatever Abraham has bounded, Abraham must set free. അബ്രഹാം നിമിത്തമാണ് ഇവൻ മരിക്കാൻ പോകുന്നത്. And because of Abraham, he is going to die. അപ്പൊ ആ ബാധ ഇവനെ ഇത് മാറണമെങ്കിൽ, ആ മരണം ഇവനെ ഇന്ന് മാറിപ്പോണമെങ്കിൽ അബ്രഹാം തന്നെ അത് അഴിച്ചേ ഒക്കത്തുള്ളൂ. I mean, for that binding to go away from him, Abraham must pray for him to be restored. അതുകൊണ്ട് അബീമേലെക്കിനോട് ദൈവം പറയുക, അവനൊരു പ്രവാചകനാണ്, നീ അവനെയാണ് വേദനിപ്പിച്ചിരിക്കുന്നത്, നീ അവന്റെ ഭാര്യയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അതു നിമിത്തം നീ പ്രതിസന്ധിയിലാകാൻ പോകുകയാണ്. അതുകൊണ്ട് നിന്റെ പ്രശ്നം മാറണമെങ്കിൽ നീ പ്രാർത്ഥിച്ച ഒക്കത്തില്ല, അവൻ തന്നെ പ്രാർത്ഥിച്ചേ ഒക്കത്തുള്ളൂ. And that's why Lord says to Abimelech that you have hurted Abraham and he is a prophet. That's the reason you must restore his wife and you must ask him to pray for you. അപ്പൊ ആ പ്രാർത്ഥന ഒന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് പറഞ്ഞത്. And why for the topic pray, what pray is, ചില പ്രാർത്ഥനയുടെ വിടുതൽ അങ്ങനെ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. and we must understand how deliverance of prayer come to us. ചില പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കണം. And some prayer there must be a particular person who must pray. അപ്പൊ ആ പ്രാർത്ഥന നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ വിഷയം പറഞ്ഞത്. And that's why I took this particular subject. ഞാൻ പറഞ്ഞല്ലോ, ഫലാൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഫേ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ്, യാംഡ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ വാക്ക് അക്ഷരം ഉപയോഗിച്ചിരിക്കുന്നത് വീഴുക എന്നുള്ളൊരർത്ഥമാണ്. And hallelujah. In this pema, ram, the pay is as judgment, and ram is to submit yourself, to lie prostrate in submission. എന്ന് വെച്ചാൽ അധികാരമുള്ളവന്റെ മുമ്പിൽ, വിടിവിക്കുവാൻ കഴിയുന്നവന്റെ മുമ്പിൽ ചെന്ന് വീഴാനാ പറഞ്ഞിരിക്കുന്നത്. That means, in other terms, it is saying to one who is have authority over you to come in submission to him. അങ്ങനെയുള്ള ഇടത്ത് പ്രാർത്ഥിച്ചിടത്തെല്ലാം പലയിടത്തും ജനത്തിന്റെ വിടുതലിന് വേണ്ടി, ബാധ മാറാൻ വേണ്ടി, സൗഖ്യമാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനം പാപം ചെയ്തു നിമിത്തം ഉണ്ടായിരിക്കുന്ന ചില വിഷയങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി ഈ ഫലാൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം അധികാരമുള്ള ദൈവത്തിന്റെ മുമ്പിൽ, സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് വീഴാനാ പറഞ്ഞിരിക്കുന്നത്. I mean, for all such subjects which we read in the Bible, for healing from sicknesses, for coming back from all the problems because of the sins, it is said that you should come before the authority of the Lord and lie in submission, and that person will intercede for you. നമ്പേഴ്സ് സംഖ്യാപുസ്തകം 21 വായിക്കേണ്ട 21:7 ഒരുപാട് ഭാഗത്ത് ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ പദം അഥാർ എന്ന് പറയുന്ന ഒരു വാക്കാണ്. അത് എൻട്രീറ്റ്, സപ്ലിക്കേറ്റ്, അല്ലെങ്കിൽ യാചിക്കുക, അപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നിടത്ത് ആ മൂന്നാമത്തെ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. The third word which is used in surround to prayer is athar, which is to entreat, to supplicate, and to ask for. അതിന്റെ ഒരു വാക്യ റെഫറൻസ് നമുക്കൊന്ന് വായിച്ച് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് എടുത്താട്ടെ. തന്റെ ഭാര്യ മച്ചിയായിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി റെബേക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. സ്തോത്രം. ഇസ്ഹാക്ക് തന്റെ ഭാര്യയായ റെബേക്കയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. It says Isaac pleaded with the Lord for his wife. ഇസ്ഹാക്ക് ദൈവത്തോട് യാചിച്ചു. Isaac pleaded with the Lord for his wife. ദൈവം ഇസ്ഹാക്കിന്റെ പ്രാർത്ഥന കേട്ടു. And that's how the Lord heard Isaac's prayer. നോക്കിയേ, അവിടെ ആ നിലവാരത്തിലുള്ള പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞെടുത്ത് എല്ലാം കിടക്കുന്നത് ഈ അധാർ എന്നുള്ള ആ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. For all such subjects in the Bible, for the word synonym to prayer, the word athar is used. എന്ന് വെച്ചാൽ ദൈവത്തോട് യാചിക്കുന്ന ഒരു ഇസ്ഹാക്കിന്, that means Isaac who is actually pleading to the Lord. തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. For the wife, actually the husband is pleading unto the Lord. ഇസ്ഹാക്കിന് ദൈവവുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. Isaac has a very good relationship with God the Father. ഇസ്ഹാക്കിനോട് ദൈവം പറഞ്ഞു, നീ മിസ്രൈമിലേക്ക് പോകരുതെന്ന് പറഞ്ഞു പോകാത്ത മനുഷ്യനാണ്. He is the one who has not been sent to the land of Canaan, and he did obey that. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇസ്ഹാക്ക്. He is the one who is blessed by the Lord. അപ്പൊ ഇസ്ഹാക്ക് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം അവളെ സൗഖ്യമാക്കി.
He said, pleaded for the Lord on behalf of his wife, and the Lord granted that plea. അപ്പൊ ആ നിലവാരത്തിലുള്ള പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞെടുത്ത് അഥാറാണ് And ഉപയോഗിച്ചിരിക്കുന്നത്. for all such subjects, the word which is synonym to prayer is athar. എന്ന് പറഞ്ഞ ദൈവമക്കളെ കുടുംബത്തിന്റെ നാഥനായിരിക്കുന്ന, കുടുംബത്തിന്റെ അല്ലെങ്കിൽ ലീഡറായിരിക്കുന്ന, കുടുംബത്തിന്റെ പുരോഹിതനായിരിക്കുന്ന പുരുഷന്മാർ ആരാണോ, ഭർത്താക്കന്മാർ ആരാണോ, അവർ അവരുടെ ഭാര്യമാർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ച ദൈവം അവരുടെ പ്രാർത്ഥന Amen. കേൾക്കും. That's why who is the leader of the family, the leader of the household, who is the priest of that household, he must pray for the household, and the Lord will grant that plea. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആർക്കാണ് അവിടെ പ്രാർത്ഥിക്കാനുള്ള അധികാരം തന്നിരിക്കുന്നത്? ആ കുടുംബത്തിന്റെ നാഥനായിരിക്കുന്ന, ഭർത്താവായിരിക്കുന്ന, അപ്പനായിരിക്കുന്ന, കുടുംബത്തിന്റെ പുരോഹിതനായിരിക്കുന്ന സഹോദരന്മാർക്കാണ് ആ അധികാരമുള്ളത്. If your family has a problem, if your family has a prayer subject, that who has the authority to pray? The scripture says the leader of the household, the priest of the household, the husband, the father must pray for his family. മറ്റാരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളിലും നല്ലത് ഭർത്താക്കന്മാരെ, സഹോദരന്മാരെ, ദൈവവുമായിട്ട് നിങ്ങൾക്കൊരു നല്ല ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. Man, hallelujah. If anybody else, more than anybody else praying for the household, my dear brothers, my dear fathers, hallelujah, if you pray for your wife, your children, then God will grant that plea. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. If you lay your hands on your children and plead for them, the Lord will do miracle for them. എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്, I'm saying this from the experience of my ഞങ്ങളുടെ life. കുടുംബത്തിന്റെ അനുഭവമാണ്. I'm saying the experience of my household. പല ആവർത്തികൾ ഞാൻ അവർക്ക് വേണ്ടി, ജോയ്സിന് വേണ്ടി And പ്രാർത്ഥിച്ചിട്ടുണ്ട്. many times I have prayed for my wife. ദൈവത്തിന്റെ അത്ഭുതം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. And we have received the answer from God, the miracle from God. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി I പ്രാർത്ഥിച്ചിട്ടുണ്ട്. have prayed for my children. ഇതേ അനുഭവം ഞാൻ എന്റെ സഹോദരന്മാരോട് ഷെയർ ചെയ്തിട്ടുണ്ട്. And this same experience I've shared with my fellow brothers. അവർ പോയി പ്രാർത്ഥിച്ച് സൗഖ്യമായ പല വിഷയങ്ങൾ എനിക്കറിയാം. And when they went back and prayed and received the answer, they have testified back to me. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, പ്രിയ സഹോദരന്മാരെ, കുടുംബസ്ഥരായിരിക്കുന്നവരെ, നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതൽ നിങ്ങളുടെ Amen. കയ്യിലായിരിക്കും. Hallelujah. That's why I want to say to all the fathers here, all the husbands here, that your deliverance of your family is in your hands. ദൈവത്തിന്റെ വചനത്തിൽ നിൽക്ക്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വാ. പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവവുമായിട്ടൊരു നല്ല ബന്ധത്തിലെത്തിയിട്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി നിങ്ങൾ കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ 2025 ദൈവം ചെയ്യാൻ പോകുന്ന ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ കാണാൻ കഴിയും. My dear brothers, first confess your sins unto the Lord. Come back in absolute repentance to God. Once you have a relationship with God, lay your hands on your children, lay your hands on your wife, and you pray for them. In this year 2025, you will see a deliverance unto them. എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? How many of us will believe this എത്ര word? പേർ വിശ്വസിക്കുന്നുണ്ട്? How many have believed this morning? ഈ വർഷം ഒരു അത്ഭുതം നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, Hallelujah. If you desire to see a miracle this particular ഈ year, വർഷം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിടുതൽ നിങ്ങൾ if you ആഗ്രഹിക്കുന്നുവെങ്കിൽ, want to see a deliverance in your household this year, ഈ വർഷം നിങ്ങളുടെ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ if you മാറിപ്പോണമെങ്കിൽ, want to see moving away problems from your household this ഈ year, വർഷം നിങ്ങളുടെ തലമുറകൾ if അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, you want this year your children should be blessed, ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുക, you must kneel down yourselves unto God. ദൈവസന്നിധിയിൽ വീഴുക, You should lie prostrate into the presence of God. ദൈവത്തോട് നിലവിളിക്കുക, You should plead unto the Lord എന്നിട്ട് പ്രാർത്ഥിക്കുക. and then pray unto God. ദൈവം അത്ഭുതം ചെയ്യാൻ And the പോകുകയാണ്. Lord is going to do miracle unto you. വലിയ വിടുതലുകൾ നമ്മൾ കാണാൻ The പോകുകയാണ്. Lord is going to send a large deliverances in your household. മാത്രം. Amen. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തിൽ, പ്രാർത്ഥന എന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന 3 വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. മോനെ ഒന്നിട്ട് വേഗട്ടെ. തെഫില, തിഫില, ഫലാൽ, അഥാർ. ഈ 3 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. കുറേ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊന്നും പറയാനായിട്ട് പോകുന്നില്ല. ഭാഗ എന്ന് പറയുന്ന മറ്റൊരു വേർഡ്, അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പദമാണ്. താഴോട്ട് കുറേ വാക്കുകൾ ഇതെല്ലാം പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. And there are many other verses also which are used time and again to say about the subject prayer. അടുത്ത സ്ലൈഡ്. രണ്ടാമത് സ്തോത്രം, പ്രാർത്ഥന എന്നുള്ള നിലയിൽ വീണ്ടും ഉപയോഗിച്ചിരിക്കുന്ന കുറേ ഭാഗങ്ങൾ കാണാം. ഞാനൊരു ഹെഡിങ് കൊടുത്തായിരുന്നല്ലോ, അത് മേളിലുണ്ട്, ഹീബ്രു വേർഡ്സ്. ഓക്കെ, സി ടു കോൾ ഔട്ട് അല്ലെങ്കിൽ ക്രൈ ഔട്ട് എന്ന് പറഞ്ഞിരിക്കുന്നിടത്തൊക്കെ കൊടുത്തിരിക്കുന്ന
വേടുകൾ ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ വേടിന്റെ അർത്ഥം ദൈവത്തോട് കരഞ്ഞു, അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചു എന്ന് പറയുന്നിടത്താണ് ഈ ഖാറ എന്ന് പറയുന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. And again there is one more word which is known as kara, which is to call on unto the Lord or to read his name unto the Lord. അത് മനസ്സിലാക്കാൻ വേണ്ടി വേദപുസ്തകത്തിൽ ആദ്യത്തെ പ്രാർത്ഥന എന്ന് ഡയറക്റ്റ് പറഞ്ഞിരിക്കുന്ന വാക്യം നമ്മൾ ആദ്യം മുമ്പ് അബ്രഹാമിനോട് അല്ലെങ്കിൽ അബീമേലെക്കിനോട് ദൈവം തന്നെയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ദൈവം തന്നെ അബീമേലെക്കിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് നമ്മൾ 20-ാം അധ്യായത്തിൽ വായിച്ചിരിക്കുന്നത്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ആദ്യം എവിടെയാണ് ആരാണ് പ്രാർത്ഥിച്ചതെന്ന് നോക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 26-ാമത്തെ വാക്യം വേഗം വായിച്ചാട്ടെ. ഇംഗ്ലീഷിലും വായിക്കണം, മലയാളത്തിലും വായിക്കണം. ഷേത്തിനും ഒരു മകൻ ജനിച്ചു, അവൻ ഏനോഷ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അവിടെ മലയാളം ബൈബിളിൽ യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് വേർഷൻ നോക്കി വായിച്ചു. And as was said to him also a son was born, he named him Enosh. Then men began to call on the name of the Lord. See, അവിടെ call on the name of the Lord, ദൈവത്തിന്റെ നാമത്തെ അവർ വിളിക്കാൻ തുടങ്ങിയെന്ന്. Amen. It says the call unto the name of the Lord, and people start calling his name unto the Lord. അപ്പോൾ നോക്കിയ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ തന്നെ ആദാമിന്റെ മകനായ ശേത്തിന്റെ മകനായ ഏനോശിന്റെ കാലഘട്ടത്തിലാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. അവർ ദൈവത്തിന്റെ നാമത്തെ വിളിക്കാൻ തുടങ്ങിയത്. And it is said in the times of the son of Seth known as Enosh, they started calling unto the name of the Lord, or they started worshiping the Lord by name. അങ്ങനെ കുറെ വേദഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന്റെ നാമത്തെ ഇങ്ങനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തെ വിളിക്കുന്നതും അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കരയുന്നതുമായിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഹീബ്രു വേർഡുകളാണ്. And these are the Hebrew words which is used in synonym with the word prayer in many of the parts of the Bible in the Old Testament. അതിൻ്റെ അകത്ത് ഒന്നിന്റെ വാക്യങ്ങളിലൂടെ ഞാൻ വായിക്കാം. അതിൻ്റെ അകത്ത് അനാഖ് എന്ന് പറയുന്നിടത്ത് എക്സോഡസ് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ അവിടെ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിച്ചു, നെടുവീർപ്പിട്ടു. അവരുടെ നെടുവീർപ്പ്, നിലവിളി ദൈവം കേട്ടു. അതും പ്രാർത്ഥനയാണ്. അത് പറഞ്ഞിരിക്കുന്നത് അവിടെ ഈ അനാഖ് എന്ന് പറയുന്ന ഒരു വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. And the word anak is used in Exodus 2:23, where the Israelites, because of in the land, they started groaning because of the slavery and cry unto the Lord. There this word anak is used. അടുത്ത ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഹീബ്രു വേർഡ്സിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഖ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കരയുക, കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഹാഗാർ ബാലൻ നിമിത്തം കരഞ്ഞു, ബാലന്റെ നിലവിളി ദൈവം കേട്ടു. ഇതെല്ലാം പ്രാർത്ഥനയാണ്. അതൊക്കെ പറഞ്ഞിരിക്കുന്നിടത്താണ് ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് വേണ്ടി ജെനസിസ് 21:16 വായിച്ച്, ഉൽപ്പത്തി പുസ്തകം 21:16 വേഗം ഒന്ന് വായിച്ച്. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. അതൊരു പ്രാർത്ഥനയാണ്. It says, then she went and sat down by herself about 100 yards away. I don't want to watch the boss die. She said, and she burst into tears. നോക്കിയേ, പിന്നെ അമാർ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം 18:23, 28:20. ഇവിടെയൊക്കെ കരഞ്ഞു അല്ലെങ്കിൽ ഉറക്കം നിലവിളിച്ചു എന്ന ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കുകളാണ്. അതും പ്രാർത്ഥനയാണ്. അടുത്ത സ്ലൈഡിലേക്ക് പോയാണ്. അടുത്ത സ്ലൈഡ്. ഇനി അതല്ല എൻ്റെ മുകളിലത്തെ 3 ഉള്ളല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ ടോപ്പിലേക്ക് അതിൻ്റെ മേളത്തെ പോയി. ഈ നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, അതായത് പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന വാക്കുകൾ മാത്രമല്ല പ്രാർത്ഥന. ദൈവസന്നിധിയിൽ നെടുവീർപ്പിട്ടത്, നിലവിളിച്ചത്, ദൈവത്തോട് ചോദിച്ചത്, ദൈവത്തോട് സംസാരിച്ചത്, ദൈവത്തോട് കരഞ്ഞത്, ഇതെല്ലാം പ്രാർത്ഥനയാണ്. When you look at the Old Testament, not only actually the prayer as in words is prayer, even groaning unto the Lord is prayer, bursting into tears in presence of the Lord is prayer, calling unto the Lord is prayer, even pleading unto the Lord is prayer. ദൈവത്തോട് എനിക്ക് ഒന്ന് ആ സ്ലൈഡ് മിസ്സായെന്ന് തോന്നുന്നു. ഒരെണ്ണം ഉണ്ടായിരുന്നു. അതായത് ദൈവത്തോട് സംസാരിച്ചു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാം ദൈവത്തോട് സംസാരിച്ചു, യഹോവയുടെ സന്നിധിയിൽ സംസാരിച്ചു.
ഏതാ സോദോം ഗോമോറയ്ക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ സംസാരിച്ചു. അത് പ്രാർത്ഥനയാണ്. When you look at the Old Testament, Abraham, when he was pleading to for the land of Sodom and Gomorrah, it is also called as prayer. എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന, ദൈവസന്നിധിയിൽ കരയുന്നത് പ്രാർത്ഥന, ദൈവത്തോട് ചോദിക്കുന്നത് പ്രാർത്ഥന, ദൈവത്തോട് അപേക്ഷിക്കുന്നത് പ്രാർത്ഥന, ദൈവത്തോട് യാചിക്കുന്നത് പ്രാർത്ഥന, ദൈവത്തോട് നിലവിളിക്കുന്നത് പ്രാർത്ഥന, ദൈവസന്നിധിയിൽ നെടുവീർപ്പിടുന്നത് പ്രാർത്ഥന, ഇതെല്ലാം ദൈവസന്നിധിയിൽ സംസാരിക്കുന്നത് പ്രാർത്ഥന, ഇതെല്ലാം പ്രാർത്ഥന. I mean, so not only prayer is per se is prayer, even pleading unto the Lord, crying unto the Lord, supplicating unto the Lord, talking to the Lord, having dialogue with God, bursting into tears in presence of the Lord, all that is prayer. ഞാനത് ആരംഭത്തിൽ പറഞ്ഞു. യോശുവ ദൈവത്തോട് സംസാരിച്ചു, ദൈവം ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട് അനുസരിച്ചു. I mean, hallelujah. It is said in the Old Testament, Joshua spoke to the Lord and Lord answered his prayer by holding off sun and moon. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഓരോ ഹൃദയത്തിന്റെ സ്പന്ദനം പോലും ദൈവത്തിന് അറിയാം. And we should understand even the small vibrations of your hearts, God knows. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, പക്ഷെ ഹന്നയുടെ അധരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ പുറത്തോട്ട് വന്നിട്ടില്ല, പക്ഷെ അത് പ്രാർത്ഥനയാണ്. I mean, even Hannah, when she wept bitterly into the presence of the Lord, she did not spoke out in words, but Lord knew her need. ചിലപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ എൻ്റെ ദൈവമേ എന്ന് വിളിക്കും, അത് പ്രാർത്ഥനയാണ്. When we say, "Oh my Lord," in the presence of the Lord, that is a prayer. ചിലപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും, കർത്താവേ എന്നോട് എന്തിനാ ഇത് ചെയ്തത്, അത് പ്രാർത്ഥനയാണ്. Sometimes we say unto the Lord, "Lord, why me? Why this has happened to me?" That is a prayer. യോന ദൈവത്തോട് കോപിച്ചു, അതും പ്രാർത്ഥനയാണ്. Jonah even actually had anger unto the Lord, that is also called prayer. യോനയ്ക്ക് ചില കാര്യങ്ങൾ അനിഷ്ടമായിട്ട് തോന്നി, യോന ദൈവത്തോട് കോപിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, അതും ദൈവം കേട്ടു. I mean, hallelujah. There is a reference where it is said that Jonah did not like what God had done. He angered unto the Lord, and that is also called as prayer. ദൈവം യോനയോട് ചോദിച്ചു, യോനെ നീ ഇങ്ങനെ കോപിക്കുന്നത് വിഹിതമാണോ, നീ ഇങ്ങനെ കോപിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു. And God answered Jonah and said that it is whether it is justified for you to anger like this. അപ്പൊ യോന പറഞ്ഞു, ഞാൻ മരിക്കുന്നത് വരെ ഇങ്ങനെ കോപിക്കുന്നത് ശരിയാണ്. Hallelujah. And Jonah said that till my end I will be angering like this, and that is right. ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതമാണെന്നാ യോന പറഞ്ഞത്. Hallelujah. He said, till my end of my life I keep on having this anger in me. അതും പ്രാർത്ഥനയാണ്. And that is a prayer intrinsic അപ്പൊ form. ദൈവം യോനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. And God actually taught Jonah to the circumstances some things. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് വാക്കുകൾ ഉച്ചരിക്കുന്ന പ്രാർത്ഥന മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ വികാരങ്ങളും ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള നമ്മുടെ കണ്ണുനീരുകളും നിലവിളികളും നെടുവീർപ്പുകളും എല്ലാം പ്രാർത്ഥനയായിട്ട് അങ്ങ് ചെല്ലുക. I mean, hallelujah. That means that not only words which comes out of your mouth is prayer, even your cries, your tears, your groaning in your heart is actually a prayer. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ ദൈവസന്നിധിയിൽ കരയുന്നത് ഒരു പ്രാർത്ഥനയാണ്. I mean, that's why I want to say, my dear people of God, when you cry in presence of God, it's a prayer. നിങ്ങൾ ദൈവസന്നിധിയിൽ ചിലപ്പോൾ വാക്കുകളില്ലായിരിക്കാം, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. When in circumstances when you don't have words to pray and you say, God help me, that is a prayer. ചില സമയത്തൊക്കെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത് ദൈവം ശ്രദ്ധ വെച്ച് അങ്ങ് കേൾക്കും. And several times when we talk to the Lord will incline his ears and listen to our prayers. അത് പ്രാർത്ഥനയാണ്. That is a prayer. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. There are many experiences like this in my life. ഞങ്ങൾ ഇവിടെ വന്നതായ സമയത്ത് ഞങ്ങൾക്കൊരു പഴയ കാർ ഉണ്ടായിരുന്നു. When we came into this land, we had an old car. ഞാൻ വർക്ക് ചെയ്ത കമ്പനി എനിക്ക് ഒരല്പം കാശ് തന്നിട്ട് ഒരു പഴയ കാർ വാങ്ങിക്കാനുള്ള കാശ് തന്നു. അത് കൊടുത്ത എനിക്കൊന്ന് കൊറോളയാന്ന് തോന്നുന്നു, ഒരു പഴയ ഹാച്ച് ബാക്ക് ഒരു കൊറോള വാങ്ങിച്ചു. So when the company gave me some amount, I bought a second hand an old Corolla car. അന്ന് നാട്ടിൽ നിന്ന് വരുന്ന നമ്മുടെ സഹോദരന്മാരെ കുടുംബങ്ങളെ എല്ലാം അവരുടെ ലഗേജ് ഉൾപ്പെടെയുള്ള സാധനം അത് കയറുന്നതുകൊണ്ട് എല്ലാവരെയും കൊണ്ടുവരുന്നതും കൊണ്ടുവിടുന്നതും ഒക്കെ ഈ കാറിലാണ്. And during that times, all the brothers who used to come from India, I used to carry them in and out. നമ്മുടെ ഇടയിൽ വരുന്ന പാസ്റ്റേഴ്സിനെ കൊണ്ടൊക്കെ ചർച്ചയിൽ പോകുന്നതും വരുന്നതല്ലേ ഈ കാറിലാണ്. So all the guest pastors who used to come during that time, I used to use this car to drop them off and bring them in. അപ്പോൾ ഒരിക്കൽ നമ്മുടെ കെ ജോയ് പാസ്റ്റർ നമ്മുടെ അടുത്ത് വന്ന സമയത്ത് ഈ കാറിൽ ഉച്ചയ്ക്ക് ആ ചൂടോട് നല്ല വെയിലുള്ള സമയമല്ലേ, നല്ല ആ ടൈമിൽ കാറിലോട്ട് കയറിയിട്ട് കെ ജോയ് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്ററെ ഇവിടുത്തെ നിങ്ങളുടെ വിശ്വാസികൾക്കെല്ലാം പുതിയ കാറുണ്ട്, പാസ്റ്റർ മാത്രം എന്താ ഈ കാറെന്ന്. I mean, once the KJ pastor came here and it was a very hot sun, the car was very hot, and pastor said, even your believers have good cars, why don't you? ഞാൻ നമ്മുടെ അവസ്ഥ നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അന്നേരവും കാറിന് വേണ്ടി ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ഞാൻ ചെയ്തില്ല. And even though I knew my circumstances, I never prayed for a car. അടുത്ത ദിവസം മൺഡേയിൽ ഞാൻ ജോലിക്ക് പോയി തിരിച്ച് എൻ്റെ കാറ് പാർക്കിങ്ങിൽ നിന്ന് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ഒരു കാര്യം പറഞ്ഞു. And next week when I was taking my car out of the parking, I said this to the Lord. ഞാൻ പറഞ്ഞു, കർത്താവേ എൻ്റെ കാശില്ല പുതിയ കാറൊന്നും വാങ്ങിക്കാൻ, അതുകൊണ്ട്
ഞാൻ ഈ കാറുമായിട്ട് എനിക്ക് സാമ്പത്തികം ഉണ്ടാകുന്നിടം വരെ ഞാൻ ഈ കാറിൽ നടന്നോളാം, എൻ്റെ കാശില്ലെന്ന് പറഞ്ഞു. I said to the Lord, Lord, I don't have money to buy a car of my own. Till that time my financial situation changes, I will use this car. എൻ്റെ കാറിൽ ഇരുന്ന് ദൈവത്തോട് സംസാരിച്ചതാ. And I was having a dialogue with God like this. അല്ലാതെ കാറിന് വേണ്ടി പോയി പ്രാർത്ഥിച്ചതൊന്നുമല്ല. And I never prayed for a new car. നിങ്ങൾക്ക് കേൾക്കണോ, അടുത്ത സൺഡേയിൽ ചർച്ചിൽ വരുമ്പോൾ ചർച്ചിൻ്റെ ഞാൻ ഈ പ്രാർത്ഥിച്ചത് വീട്ടിൽ പോലും ആർക്കും അറിയത്തില്ല, യോസിന് പോലും അറിയത്തില്ല, ഒരു മനുഷ്യനും അറിയത്തില്ല. ഞാൻ എൻ്റെ കാറിൽ ഇരുന്ന് ഞാൻ മാത്രം ഉള്ളപ്പം ദൈവത്തോട് പറഞ്ഞ കാര്യമാണ്. അടുത്ത സൺഡേ ഞാൻ ചർച്ചിൽ വരുമ്പോൾ ആരാധന കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു സഹോദരന്മാരോട് പറഞ്ഞു പാസ്റ്റർ ഇച്ചിരി സമയത്തൊക്കെ പുറത്തേക്ക് നിൽക്കണമെന്ന്. And after this, I didn't say about this to anything to my wife and children also. But the next Sunday when the church happened, the brother said after the church that you stay for some time. അന്നുള്ളായിരുന്ന സഹോദരന്മാരെല്ലാം കൂടെ കൂടി ആലോചിച്ചു പാസ്റ്റർ ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. And all the brothers actually they came together and they had a desire that pastor should have a new car. അങ്ങനെ അവരെല്ലാം കൂടെ തീരുമാനം എടുത്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു പാസ്റ്ററിന് ഒരു കാറ് വാങ്ങിച്ചു തരാൻ ഞങ്ങൾ തീരുമാനിച്ചത്. And they all said that we have all decided that we should buy a new car for you. അന്നും നമ്മുടെ രീതി ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കാറ് വേണ്ടെന്ന് പറഞ്ഞു. And I said, oh no, based on the circumstances, I said that I don't want a car. എൻ്റെ അടുത്ത് പറഞ്ഞു പാസ്റ്റർ എല്ലാം മേടിച്ചു വെക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ചർച്ചിന്റെ കാശ് ഇട്ട് കാറ് വേണ്ട. And I said that I don't want to have based on the church financial things, I don't want a car. ഒടുവിൽ അവരുടെ എല്ലാം നിർബന്ധത്തിൽ ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ഉണ്ട്, കാറ് ഞാൻ വാങ്ങിക്കാം, പക്ഷേ ഈ കാശ് ലോണായിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ, ഞാൻ അത് തിരിച്ച് ചർച്ചിന് തന്നെ ഇടും, ആ കണ്ടീഷനിലാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. And lastly I said, okay, if that is the case, I can take the car, but I will accept this money as a loan and I will repay it back. അങ്ങനെ അവരെനിക്ക് 25,000 രൂപ തന്നു. നല്ല മനോഹരമായ ഒരു ടൊയോട്ട ക്യാമറിയുടെ കാർ. അത് എത്ര വർഷമായാലും പുതിയതുപോലെ ഇരിക്കുന്നത്. I mean, after that, based on that money, I bought a Toyota Camry car. ആ കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. And I liked that car very much. അത് മാറാനുള്ള താല്പര്യമേ എനിക്കില്ല. And I never wanted to change that car. ഒടുവിൽ ദൈവം അത് മാറ്റിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചിൻ്റെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഇനാഗ്രേഷൻ സമയത്താണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്ന് തോന്നുന്നു. ഞാൻ നമ്മുടെ ആ സിഗ്നലിൽ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് പതുക്കെ ഉരുട്ട് ഇങ്ങനെ തിരിയുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിൽ നിന്ന ആൾ പെട്ടെന്ന് എടുത്തു. അപ്പം ഞാൻ റൈറ്റിലോട്ട് നോക്കാതെ പുള്ളി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ചവിട്ടി. ഞാൻ ഉരുണ്ട് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ ചെന്ന് ചെറുതായിട്ടൊന്ന് ഇടിച്ചു. I mean, hallelujah. And how the situation arise to replace this car is maybe when the old church was getting inaugurated, that time I had a small accident with this car. അയാളുടെ വണ്ടിക്ക് ഒരു കുഴപ്പം പറ്റില്ല, പക്ഷേ എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലെ സാധനങ്ങളെല്ലാം അങ്ങ് പൊടിഞ്ഞു പോയി. And that car did not, there was no damage, but my car was damaged. പിന്നെ അത് വെറുതെ കൊടുക്കുകയായിരുന്നു. മീൻസ് അത് അതിൻ്റെ ഇൻഷുറൻസുകാരുടെ കൊണ്ട് കൊടുത്ത് അവർ അത് കളഞ്ഞിട്ട് അതിൻ്റെ കാശ് തന്നു. പിന്നീടാണ് ഒരു പുതിയ കാർ വാങ്ങിക്കുന്നത്. And based on that, actually the insurance actually wrote off that car, and then that's how I bought a new car. അതിന് മുമ്പിലത്തെ കാറ് വാങ്ങിക്കാൻ വന്നാൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ടയറിൻ്റെ കാശേ മേടിച്ചുള്ളൂ. 4 ടയർ പുതുതായിട്ട് മാറി എന്നാ നിങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു, അത് ഫ്രീ ആയിട്ട് കൊടുത്തു. And the car prior to that only I took the money of the new tire which I replaced, rest the car was free. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം ദൈവമക്കളെ നമ്മൾ പറയുന്ന വാക്കുകളുണ്ടല്ലോ അതുപോലും ദൈവം കേൾക്കുന്നു. Amen. What I want to say, my dear children of God, that whatever words we utter from our mouth, God listens. പ്രാർത്ഥന പലപ്പോഴും നമ്മൾ വലിയ ഫോർമാലിറ്റിയിൽ ചെന്നിരുന്നിട്ട് വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഭയങ്കര ചർച്ചിൽ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന. What I wanted to say is that not only the format with which we sit in the church and pray loudly, that is not only prayer. നിങ്ങളുടെ ഹൃദയത്തിന്റെ നല്ല ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് എപ്പോഴും ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. Whatever good desires you have in your heart, every time you can make it known to your God. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. All your needs you can speak unto your Lord. നിങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ച് മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ പറയണ്ട, നിങ്ങൾ ദൈവത്തോട് അങ്ങ് സംസാരിക്കുക. All your problems, all your sufferings you can directly speak unto the Lord. നിങ്ങളുടെ ഹൃദയത്തിന്റെ വേദനകൾ എന്താണെങ്കിലും നിങ്ങൾ ഒരുപാടൊന്നും പറയണ്ട, ദൈവത്തോട് പറ കർത്താവേ ഞാൻ അല്പം പ്രയാസത്തിൽ, അത് മതി. Hallelujah. Even you are in pain, you are in suffering, you do not use many words for that, you can speak unto the Lord. ഇനി ഒരു വാക്കും നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആ വേദനയുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണുനീരുണ്ടല്ലോ, രാത്രിയിൽ ആരും കാണാതെ നിങ്ങളുടെ കിടക്കമേൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരുണ്ടല്ലോ, അതുവരെ പ്രാർത്ഥനയായി സ്വർഗ്ഗത്തിലെത്തിയിട്ടുണ്ട്. My dear children of God, even if you don't have words in your suffering, in your pain, whatever groaning you make, hallelujah, whatever cry you do in your bed in the night, Lord listens to you. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ടു.
വിടുവിക്കപ്പെട്ടു. Hallelujah. In the book of Exodus, we read that because of the bondage and the slavery, the people of Israel groaned unto the Lord. അടിമ വേലയിൽ കുഴഞ്ഞിട്ട് ബുദ്ധിമുട്ടി വേദനിച്ച് അവരുടെ ആ ദീർഘശ്വാസമുണ്ടല്ലോ, അതാ നെടുവീർപ്പെന്ന് പറയുന്നത്. Hallelujah. Based on that groaning, that pain, hallelujah, that suffering, hallelujah, that groaning service that made Lord listen to that. ആ നെടുവീർപ്പ് പ്രാർത്ഥനയായിട്ട് അങ്ങ് ഉയർത്തിച്ചു. Hallelujah. That groaning turned into prayer and reached unto heavens. ദൈവം പറഞ്ഞു, ഞാൻ എന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു. Hallelujah. And God said, I heard, I listened to the pleading of my people. ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു. He said, I have seen the pain of suffering of my people. അവർ വലുതായിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല. They did not use many words for that prayer. അവരുടെ നെടുവീർപ്പിനെയാണ് ദൈവം കണ്ടത്. God has seen or heard their groaning. അവരുടെ ശരീരത്തിൽ നിന്ന് വേണ്ട വേർപ്പ് തുള്ളികളെയാണ് ദൈവം Hallelujah. കണ്ടത്. God has seen the droplets of the sweat which is from their body. അടിമവേല നിമിത്തം കഷ്ടപ്പെടുന്ന ജനത്തിന്റെ ആ നിലവിളിയും നെടുവീർപ്പും സ്വർഗ്ഗത്തിൽ പ്രാർത്ഥനയായിട്ട് ചെന്നു. Hallelujah. All the groaning sounds and the cry from the long suffering under the bondage, God listened to them as prayers. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്തോത്രം. നമ്മുടെ ഓരോ സ്പന്ദനങ്ങളും, നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ ഇടിപ്പുകളും, നമ്മൾ കരയുന്ന കരച്ചിലുകളും, നമ്മൾ ദൈവസന്നിധിയിൽ ഒഴിക്കുന്ന കണ്ണുനീരുകളും, നമ്മൾ പറയുന്ന വാക്കുകളും, നമ്മുടെ സംസാരങ്ങളും, ഇതെല്ലാം പ്രാർത്ഥനയായിട്ട് അങ്ങ് ചെല്ലുക. That's why, my dear children of God, all the vibrations of our heart, all the beatings of our heart, all our cries, all our tears, all our pleadings turn into prayer unto heavens. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. Amen. When the people of God spoke to each other, the Lord was keenly listening to them. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്ന ഒരു So ദൈവമുണ്ട്. we have a living God who listened to all our dialogues and prayers. അതുകൊണ്ട് നമ്മുടെ വാക്കുകളൊക്കെ ദൈവസന്നിധിയിൽ നമ്മൾ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചാ പറയാവൂ. And that's why in the presence of God, when you utter a word, you should be very careful. ദൈവം കേൾക്കുന്നുണ്ട്. Because God is listening to you. ഒരുപക്ഷേ സ്തോത്രം, ദൈവത്തെ പരിഹസിച്ചും കളിയാക്കി സംസാരിക്കുന്നവരുടെ സംസാരം പോലും ദൈവം കേൾക്കുന്നുണ്ട്. Even though you're mocking your God, those words also God listens. ഈ കഴിഞ്ഞ ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട, ഈ ലോസ് ആഞ്ചലസിൽ ഇപ്പോൾ നടക്കുന്ന ഫയർ, അതിൽ നമുക്കൊക്കെ വേദനയുണ്ട്. അത് അത്രമാത്രം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അറിയുന്നതിനെക്കാട്ടിലും ഭയങ്കര ഭീകരമായിട്ടാണ് ആ ഒരു ഫയർ അവിടെ നടക്കുന്നത്. അതിന് ഈ ഫയർ ഉണ്ടാകുന്നതിന് 40 ദിവസം അല്ലെ രണ്ട് ദിവസം തൊട്ട് മുമ്പ് അവിടെ ഒരു സെലിബ്രിറ്റീസ് ചടങ്ങുണ്ടായി, ഒരു അവാർഡ് ചടങ്ങുണ്ടായി. ഗ്ലോബൽ ഗ്ലോബ്സ് 2025 എന്ന് പറയുന്ന ഒരു അവാർഡ് ചടങ്ങ് നടന്നു. അത് സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടാണ് ഞാനത് കണക്ട് ചെയ്ത് പറയുന്നത്. നമുക്ക് അങ്ങനെയൊക്കെ കരുതാൻ പറ്റും. പക്ഷെ ഞാൻ പറയുകയാണ്, ആ ചടങ്ങിൻ്റെ അകത്ത് ആ ഹോളിവുഡ് കൊമേഡിയൻ ആയിരിക്കുന്ന ഒരു വലിയ സെലിബ്രിറ്റി ആയിരിക്കുന്ന ഒരു സ്ത്രീ, നിക്കി ഗ്ലേസർ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവര് ആ ചടങ്ങിൽ ദൈവത്തെ പരിഹസിച്ചു, കളിയാക്കി. അവർ കളിയാക്കിയത് എന്താണെന്നറിയാമോ? അവർ പറഞ്ഞത്, അതായത് ഈ അവാർഡ് കിട്ടിയവരൊക്കെ ഓരോരുത്തരും എഴുന്നേറ്റ് പറഞ്ഞ്, ഇന്ന ആളുടെ സപ്പോർട്ട് കൊണ്ട്, അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത്, ഞാൻ എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ അധ്വാനം കൊണ്ടും ഞാൻ ഈ അവാർഡ് നേടിത്തീരും, എൻ്റെ അമ്മയുടെ സപ്പോർട്ട് കൊണ്ട്, അങ്ങനെ എനിക്ക് അവാർഡ് കിട്ടി. അങ്ങനെ ഓരോരുത്തരും അവരുടെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ അവരോട് അടുത്ത ആൾക്കാരെ മെൻഷൻ ചെയ്ത് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിക്കി ഗ്ലേസർ എന്ന് പറയുന്ന ആ ലേഡി പറഞ്ഞു, ഇവിടെ എല്ലാവരും ചിലർ അമ്മയുടെ സപ്പോർട്ട്, ചിലർ ഇന്നാടെ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു, അവർക്കൊക്കെ ഇത്ര വോട്ട് എന്ന് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ പേരെഴുതി കാണിച്ചിട്ട്, ഗോഡ് എന്ന് എഴുതി കാണിച്ചിട്ട് സീറോ മെൻഷൻ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സപ്പോർട്ട് കൂടെ ദൈവത്തെ ആരും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെന്ന്. എന്നിട്ട് അവർ പറഞ്ഞു, അത് വലിയ സർപ്രൈസ് ഒന്നുമല്ല, ഇതൊരു ഗോഡ്ലെസ് സിറ്റി ആണെന്ന് അവർ പറയുന്ന വാക്കാ, ഇതൊരു ഗോഡ്ലെസ് സിറ്റി. എന്നിട്ട് ഈ സെലിബ്രിറ്റികളെല്ലാം കൂടെ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് പരിഹസിച്ചിരിക്കുകയാണ്. മില്യൺസ് ഓഫ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഞാനത് സംഭവിച്ചുകൊണ്ട് തന്നെ പറയുമല്ല, പക്ഷെ എങ്കിലും പറയുകയാണ് ദൈവമക്കളെ, അതിൻ്റെ 2ാമത്തെ ദിവസം ഈ സെലിബ്രിറ്റീസ് താമസിക്കുന്ന അതേ സ്പോട്ടിൽ, അതായത് അവരുടെ വീടെന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏരിയ മീറ്റിംഗിൽ പറഞ്ഞാൽ, നമ്മുടെ പൊളിറ്റീഷ്യൻസും അല്ലെങ്കിൽ ഒരുപാട് സമ്പന്നരായിട്ടുള്ള ആൾക്കാരൊക്കെ വീട് വെക്കുമ്പം, വീട് വാങ്ങിക്കുമ്പോഴൊക്കെ ഏറ്റവും സേഫായിട്ടുള്ള പ്ലേസിലേ വെക്കത്തുള്ളൂ. ഏറ്റവും സേഫായിട്ടുള്ള പ്ലേസ് എന്ന് വെച്ചാൽ ഒരു ഭൂമികുലുക്കത്തിനോ അല്ലെങ്കിൽ സുനാമിക്കോ ഒന്നും സാധ്യതയില്ലാത്ത ഏറ്റവും സേഫ് കോർണറിലായിരിക്കും ഇവരുടെയൊക്കെ വീട് നിൽക്കുന്നത്. നമ്മുടെ പാർലമെൻറ്റ് മന്ദിരമൊക്കെ നിൽക്കുന്ന അങ്ങനെയുള്ള സ്ഥലത്താണ്. ഇതിനൊന്നും ഒരു സാധ്യതയില്ലാത്തത്. അപ്പോൾ ഈ സെലിബ്രിറ്റീസിൻ്റെ വീട് നിൽക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ബീച്ചിൻ്റെ ഫ്രണ്ടിലാണ്.
അപ്പോൾ ഈ ബീച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ വീട് നിൽക്കുന്നു, അതിൻ്റെ പുറകിൽ കൂടെ ഹൈവേ പോകുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, പിന്നെ കുറേ മാറിയൊക്കെ ഉള്ളൂ ഈ ഹിൽസ് ഏരിയ ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നല്ല ഉയർന്നു നിൽക്കുന്ന പ്ലോട്ടിൽ ബീച്ചിൻ്റെ ഫ്രണ്ടിൽ ഒരു രീതിയിലും ഒരു ഫയർ അവിടെ വരാൻ സാധ്യതയില്ലാത്തൊരിടത്ത് മില്യൻസ് എന്ന് പറഞ്ഞാൽ 30 മില്യൻസ് 50 മില്യൻസ് അത്രയും വിലയുള്ള വീടല്ല, വലിയ കൊട്ടാരങ്ങളാണ്, മാൻഷൻസ് ആയിരുന്നു അവിടെ പണിതിരുന്നത്. അത്ര വലിയ കൊട്ടാരങ്ങൾ. ആ തീ എവിടെ നിന്ന് വന്നെന്ന് ആർക്കും അറിയത്തില്ല. കാറ്റത്താ വന്നെന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റിയെ കരിച്ചു കളയുവാൻ, ഇങ്ങനെ ഒരു സിറ്റിയിൽ ഇത്രയും കൊട്ടാര സമാനമായ വീടുകളെ മുഴുവൻ കരിച്ചു കളയത്തക്കവണ്ണം എന്താണ് അവിടെ സംഭവിച്ചത് ഇതുവരെ ആർക്കും പിടികിട്ടിട്ടില്ല. വെള്ളത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വാട്ടറാണ് കിടക്കുന്നത്. ആ തീ അണയ്ക്കാൻ പറ്റിയില്ല. ഏകദേശം 275 ബില്യൺ, മില്യൺ അല്ല ബില്യൺ, ട്രില്യനോട് അടുത്തോണ്ടിരിക്കുകയാണ്. നാശനഷ്ടം ഇപ്പം തന്നെ അവിടെ ഉണ്ടായി. ദൈവത്തെ പരിഹസിക്കരുത്, പരിഹസിക്കരുത്. ദൈവം സൃഷ്ടാവായ ദൈവമാണ്. ആ ലേഡി പറഞ്ഞൊരു വാക്ക്, ഇത് ക്രിയേറ്റർ ഓഫ് യൂണിവേഴ്സ്, അതാ അവർ പറഞ്ഞത്. ദ ക്രിയേറ്റർ ഓഫ് യൂണിവേഴ്സ് 0 വോട്ട്. ദൈവമക്കളെ, നമ്മുടെ ദൈവം ആരാ? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാ, സകലത്തെയും സൃഷ്ടിച്ച ദൈവമാ, ഉന്നതനായ ദൈവമാ. ദൈവത്തെ കളിയാക്കരുത്, ദൈവത്തിൻ്റെ നാമത്തെ വെറുതെ എടുക്കരുത്, ദൈവത്തെ പരിഹസിക്കരുത്. ഇതുമായിട്ട് കണക്ട് ചെയ്താണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലേഡി ഒടുവിൽ അപ്പോളജൈസ് ചെയ്തു. നിങ്ങൾക്ക് അതൊന്നും അല്ല എൻ്റെ വിഷയം. എൻ്റെ ഏറ്റവും വലിയ വിഷയം ഗോൾലെസ് സിറ്റി എന്ന് പറഞ്ഞ ആ സിറ്റിയിൽ ഒരുപാട് പേര് ദൈവത്തിലേക്ക് മടങ്ങി വന്നു. പലരും വീണ് കിടന്ന് കരയുകയാണ്. അവരുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് പലരും പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു മാനസാന്തരം തന്നെ അവിടെ ഉണ്ടായി. ഈ ദിവസങ്ങളിൽ അവിടെ മാത്രമല്ല, ലോകത്തെല്ലായിടവും ഒരു ഉണർവ് സംഭവിച്ചുകൊണ്ടിരിക്കുക. 1000-ങ്ങളല്ല, 2000-ങ്ങളല്ല, 10,000-ങ്ങൾ, 50,000-വും 70,000-വും ജനങ്ങൾ ഒരുമിച്ച് കൂടി അവർ ദൈവത്തെ ആരാധിക്കുന്ന വീഡിയോകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലും അറബ് രാജ്യങ്ങളും യൂറോപ്പിലും എന്ന് വേണ്ട സകലയിടവും. ഇന്ന് കുഞ്ഞുങ്ങൾ ഇവിടെ പാടിയ അവർ ഗോഡ് ഈസ് ആൻ ഔസം ഗോഡ്. മക്കളെ ഒന്നുകൂടെ മുന്നോട്ട്, നമുക്കൊന്നുകൂടെ ആ കോറസ് ഒന്ന് പാടി നമുക്കത് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. ആ ഒരു പാട്ട് സത്യത്തിൽ അവരൊരുമിച്ച് പാടുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. 50,000-വും 70,000-വും ജനം, സമൂഹം ഒരുമിച്ച് നിന്ന് ആ പാട്ട് പാടുമ്പോൾ കാണുന്നവർ, ദൈവസ്നേഹം അകത്തുള്ളവരുടെയൊക്കെ ഹൃദയം നിറയും. ഞാൻ പലപ്പോഴും അതിൻ്റെ മുന്നിൽ കരഞ്ഞു പോയിട്ടുണ്ട്. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ആരാ? നമ്മുടെ ദൈവം ആരാ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കാത്ത ദൈവം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം, നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന ദൈവം, നമ്മുടെ നിലവിളി അറിയുന്ന ദൈവം, നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ കണ്ണുനീർ തുള്ളി പോലും പ്രാർത്ഥനയായി ഏറ്റെടുക്കുന്ന ഒരു ദൈവം. നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ചോദ്യങ്ങൾ, നമ്മുടെ അപേക്ഷകൾ, നമ്മുടെ യാചനകൾ, ഇതെല്ലാം പ്രാർത്ഥനയായി സ്വർഗത്തിലെത്തുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന, നമ്മൾ ആ വാക്കുകൾ മാത്രമല്ല പ്രാർത്ഥന. ഇന്ന് രാത്രി, ഇന്ന് പകൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഒരു ദിവസം എഴുന്നേറ്റ് ഇന്ന് നമ്മുടെ ദൈവത്തെ ഒന്ന് വിളിച്ചാട്ട്. നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് വിളിക്കാം, യേശുവേ എന്ന് വിളിച്ചാട്ട്. നിങ്ങളുടെ ഭാരങ്ങൾ, നിങ്ങളുടെ വേദനകൾ ആരും കേട്ടില്ലേലും ഹൃദയത്തിലൊന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് പറഞ്ഞാട്ടെ. എന്നിട്ട് ആ യേശുവിനെ ഒന്ന് വിളിച്ചാട്ടെ. ഇത് പകൽ ആ ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട്. നമ്മുടെ കണ്ണുനീരിനെ കാണുന്ന, നമ്മുടെ വേദനയെ അറിയുന്ന, നമ്മുടെ നെടുവീർപ്പിനെ കാണുന്ന, നമ്മൾ ആ വിളിക്കുന്ന വിളി, യേശുവേ എന്ന് ദൈവത്തിന്റെ നാമത്തിൽ ഒന്ന് വിളിക്കുന്ന ആ വിളി, അതുപോലും കേൾക്കുന്ന ദൈവം. നമ്മൾ എന്തിനു വേണ്ടി വിളിച്ചു എന്ന് നമ്മൾ പറയണ്ട, അത് ദൈവത്തിന് അറിയാം. ഞാൻ എന്തിനാ യേശുവേ എന്ന് വിളിച്ചതെന്ന് അതുപോലും ദൈവത്തിന് അറിയാം. ഇത് പകൽ ഒന്ന് വിളിച്ചാട്ടെ, ആ ദൈവത്തെ ഒന്ന് വിളിച്ചാട്ടെ, ആ കർത്താവിനെ ഒന്ന് വിളിച്ചാട്ടെ. ഈ രാജ്യത്തൊരു ഉണർവ് നടക്കട്ടെ, ഈ ദേശത്തൊരു ഉണർവ് നടക്കട്ടെ.
അനർത്ഥങ്ങൾ ദേശത്തെ വിട്ടു മാറട്ടെ, ബാധകൾ മാറട്ടെ, രോഗസൗഖ്യം വ്യാപരിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. യേശുവേ, വിളിച്ചാൽ ഉറക്കെ വിളിക്ക്. യേശുവേ, Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Oh, our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Oh, our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Oh, our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Oh, our God is an awesome God. He reigns from heaven above with wisdom, power. Oh, our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, love. Oh, dear, our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God, hallelujah, hallelujah. Oh, he's an awesome God. He reigns from heaven above with wisdom, power, and love. Oh, dear, our God is an awesome God. He reigns from heaven above with wisdom, power. Oh, yes, Lord, your love is awesome. Oh, hallelujah, hallelujah. Hallelujah, hallelujah. Oh, hallelujah, hallelujah. Oh, Lord, you are worthy. You're awesome, God. Hallelujah. Oh, Shabbat-Bababarazare, Diarazaro. Oh, Diarazara, Shabbat-Babarazare. Yahweh. You're such an awesome God. Oh, you reign forever, oh Lord. Oh, you reign forever. You reign forever. Oh, Shigarame, Shabarabara. Oh,
worship. You are worthy. You are worthy. You alone are worthy, your Master. Our God is an awesome God, He reigns from heaven above with wisdom, power, and love. Our God is an awesome. Our God is an awesome God, He reigns from heaven above with wisdom, power, and love. Our God is an awesome. Come on, church, one last time. Our God He's an awesome God. Your voices and from declare. heaven above with wisdom, power, and love. Our God is an awesome God. Oh, our God is an awesome God. Oh, Thank you, Lord. Thank you, Jesus. Hallelujah. Thank you, Lord. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തെ വിളിക്കുവാൻ, കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ വിലപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്ര വലിയ ദൈവത്തെ സ്നേഹിപ്പാൻ, ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ ഉയർത്തുവാൻ, സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ അവിടുന്ന് ഈ ഏഴകളായിരിക്കുന്ന ഈ ഒന്നുമില്ലാതിരുന്ന അടിയങ്ങളെ അങ്ങ് തെരഞ്ഞെടുത്തത് ഓർത്ത് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരു പദവിയും ഞങ്ങൾക്ക് പറയുവാനില്ല, ഒരു യോഗ്യതയും ഞങ്ങൾക്ക് പറയുവാനില്ല. അങ്ങയുടെ കൃപ മാത്രമാണ് കർത്താവേ, അങ്ങയുടെ കൃപ മാത്രമാണ്. ഇന്നത്തെ ദിവസം അങ്ങയുടെ നാമത്തിന് മഹത്വം കരയറ്റുവാൻ അവിടെ ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസത്തെ അവിടുന്ന് അനുഗ്രഹമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ലീഡ് ചെയ്യുവാൻ, പാടുവാൻ എല്ലാം കർത്താവ് പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഒടുവിലായി ഞങ്ങളോട് സംസാരിച്ച വചനത്തിന് മുമ്പിലും ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീരിനെ കാണുന്ന ദൈവം, ഞങ്ങളുടെ നെടുവീർപ്പിനെ അറിയുന്ന ദൈവം, ഞങ്ങളൊന്ന് കരഞ്ഞാൽ അതുപോലും കാണുന്ന ഒരു ദൈവം, ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ മുമ്പിൽ മനസ്സലിയുന്ന ദൈവം, കരയുന്നവരോട് കൂടെ കരയുന്ന ദൈവം, കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവം. ഓ, ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ഹൃദയത്തിലെ നെടുവീർപ്പുകൾ കർത്താവേ, ദീർഘശ്വാസങ്ങൾ പോലും അറിയുന്ന ഒരു ദൈവം, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നല്ല ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ വേദനയിൽ, ഞങ്ങളുടെ പ്രയാസത്തിൻ്റെ അളവിൽ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഞങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നത് കർത്താവേ, അതുപോലും അവിടുന്ന് കേട്ട് ഉത്തരം അരുളുന്ന ദൈവമായിരിക്കാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇത്ര നല്ലവനായ ഒരു ദൈവത്തെ അറിയുവാൻ, ആ ദൈവത്തെ സ്നേഹിപ്പാൻ, അങ്ങയുടെ മക്കളായി തീരുവാൻ അവിടുന്ന് ആ പദവിയും അധികാരവും ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തുന്നു കർത്താവേ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ വീണ്ടും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവവുമായിട്ടുള്ള ആ ബന്ധം ഒന്ന് ദൃഢമാക്കുവാൻ, ആ ബന്ധം ഒന്ന് സ്ഥാപിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമേ, ശക്തി തരണമേ. ഈ 2025 കർത്താവേ, പ്രാർത്ഥനയുടെ ഒരു വർഷമായി ആരംഭിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നവരായി, മുടങ്ങാതെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായി, ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായി, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരായി തീരുവാൻ കർത്താവ് എല്ലാവർക്കും കൃപ ചെയ്താട്ട്, ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ
ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മടക്ക യാത്രയിലും കൂടെ ഇരുന്ന് സഹായിച്ചാട്ടെ. വൈകിട്ടത്തെ യോഗവും അനുഗ്രഹമാക്കി തീർത്താട്ടെ. സകല മഹത്വവും മൗനവും പുകഴ്ചയും ആരാധനയും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. ഇന്ന് പകലും നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് ചെല്ല വിടുതലിനായി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും സുവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും നമ്മോട് ഓരോരുത്തരോടെയും ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേഘ പ്രത്യക്ഷത വരെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചില മിനിറ്റ് കൂടെ ദൈവസന്നിധിയിലിരുന്നാട്ടെ. സ്തോത്രം. ബർത്ത്ഡേ ഉള്ള മോക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജിനിയ ജിതേഷ് ജോസഫ് മോൾ കൂടെ വേഗം വന്നാട്ടെ.